നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച സോളാർ ലൈംഗിക പീഡന പരാതിക്കും ഗൂഢാലോചന കേസുകൾക്കും പിന്നിൽ വൻ തിരിമറികളും ആസൂത്രിത നീക്കങ്ങളും നടന്നു എന്ന വെളിപ്പെടുത്തലുകളോടെ സോളാർ വിവാദങ്ങളുടെ അലയൊലികൾ വീണ്ടും ശക്തമാകുകയാണ്. സോളാർ തട്ടിപ്പ് കേസിൽ കൊട്ടാരക്കരയിൽ വെച്ച് വൻ ഗൂഢാലോചന നടന്നുവെന്നും ഇതിന് തങ്ങൾ നേരിട്ട സാക്ഷികളാണ് എന്നും കാട്ടി 4 പേർ കോടതിയിൽ നിർണായകമായ മൊഴി നൽകി. ജയിലിൽ കഴിയവെ സോളാർ കേസ് പരാതിക്കാരി എഴുതി 21 പേജുള്ള കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സാക്ഷികൾ കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ER അർജുൻ രാജിന് മുന്നിൽ മൊഴി നൽകിയത്. കുന്നിക്കോട് അനീഷ്, മൻസിലിൽ H അനീഷ് ഖാൻ, തലവൂർ മാങ്കാല വാഴോട്ട് പുത്തൻ വീട്ടിൽ C സൂര്യനാഥ്, ശാസ്താംകോട്ട മനക്കര ബെയ്ത്ത് ഹിബയിൽ A റഷീദ്, പിടവൂർ അഞ്ചനത്തിൽ G രാധാമോഹനൻ എന്നിവരാണ് കോടതിയിൽ നേരിട്ടെത്തി ഗൂഢാലോചനയ്ക്ക് സാക്ഷികളാണ് എന്ന് മൊഴി നൽകിയത്. 2015 മെയ് മാസത്തിൽ ഒരു ദിവസം ഉച്ചയോടുകൂടി MC റോഡിൽ പെന്തക്കോസ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് മുൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ് ഒരു കവറുമായി കയറുന്നത് കണ്ടതായി അനീഷ് ഖാനും സൂര്യനാഥും മൊഴി നൽകി. സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ കൃത്രിമം നടത്തി പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാരോപിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ നിർണായകമായ നടപടി. അതേസമയം UDF നേതാക്കൾ ആരും തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് സോളാർ കേസിലെ പരാതിക്കാരി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ആദ്യം നൽകിയ കത്ത് അന്നത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് A നസീറ ബീവി നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. കേസിൽ സാക്ഷിയായി കൊട്ടാരക്കര കോടതിയിൽ ഹാജരായ നസീറ ബീവി കത്തിൽ രേഖപ്പെടുത്തിയ ഒപ്പ് തന്റേതാണ് എന്നും സമ്മതിച്ചു. കോടതി നിർദ്ദേശപ്രകാരം അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് പരാതിക്കാരി കത്തെഴുതിയത് തന്റെ സാന്നിധ്യത്തിലായിരുന്നുവെന്നും 4 പേജുള്ള ആ പരാതിയിൽ സാക്ഷിയായി ഒപ്പിട്ടത് അത് കോടതിയിൽ എത്തിച്ചതും തന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. തുടക്കത്തിൽ പരാതിക്കാരി നൽകിയ ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ബിജു രാധാകൃഷ്ണൻ, നടി ശാലു മേനോൻ എന്നിവർക്കെതിരെ മാത്രം കേസെടുത്തത്. ഇതിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല. 2013 ജൂൺ 6-ന് സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുമ്പോഴാണ് പരാതിക്കാരി ഈ ആദ്യത്തെ കത്തെഴുതിയത്. ബിജു രാധാകൃഷ്ണൻ തന്റെ പേരും ചേർത്ത് തുടങ്ങിയ ടീം സോളാർ റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക തട്ടിപ്പിൽ തനിക്ക് പങ്കില്ല എന്നും പണം മുഴുവൻ ചെലവഴിച്ചത് ബിജുവും ശാലു മേനോനും ചേർന്നാണ് എന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. തന്റെ പേര് ചേർത്ത് രാഷ്ട്രീയ നേതാക്കളുടെ കഥകൾ മെനയുന്നത് വാസ്തവ വിരുദ്ധമാണ് എന്നും ഈ കത്തിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സോളാർ കമ്മീഷന് മുന്നിൽ എത്തിയപ്പോൾ ഈ കത്ത് 25 പേജുകളായി മാറുകയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ UDF നേതാക്കളുടെ പേരുകൾ ലൈംഗിക ആരോപണങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയുമായിരുന്നു. സോളാർ പീഡന കേസ് അതിജീവിതയും KB ഗണേഷ് കുമാറും പ്രതികളായ ഗൂഢാലോചന കേസിലാണ് ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നത്. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ വിസ്താരം നടക്കും. ഇതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ പീഡന കേസിൽ കുടുക്കാൻ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തലോടുകൂടി ഗണേഷിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ നൽകിയ രഹസ്യമൊഴിയും പുറത്തുവന്നു. ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും മറ്റ് UDF നേതാക്കളെയും പെണ്ണ് കേസിൽ കൊടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നുവെന്നാണ് മുൻ പേഴ്സണൽ സ്റ്റാഫും ഇപ്പോൾ കോൺഗ്രസ് പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റുമായ സുധീർ മലയിൽ കോടതിയിൽ മൊഴി നൽകിയത്. 2013 ഭാര്യ യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസിൽ നൽകിയ ഗാർഹിക പീഡന കേസിനെ തുടർന്ന് ഗണേഷ് കുമാറിന് തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് കേസ് ഒത്തുതീർപ്പായപ്പോൾ വീണ്ടും മന്ത്രിയാകാൻ ഗണേഷ് ആഗ്രഹിച്ചുവെങ്കിലും ഉമ്മൻചാണ്ടി അതിന് തയ്യാറായില്ല. ഈ വൈരാഗ്യമാണ് ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കൊടുക്കാൻ ഗണേഷിനെ പ്രേരിപ്പിച്ചത് എന്നാണ് സുധീറിന്റെ മൊഴി. സോളാർ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ സ്ഥിരം സന്ദർശകയായിരുന്നുവെന്നും സുധീർ കൂട്ടിച്ചേർത്തു. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെട്ടതായി അറിഞ്ഞപ്പോഴാണ് ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചനയുടെ ആഴം തനിക്ക് ബോധ്യമായത് എന്നും സുധീർ വ്യക്തമാക്കി. സോളാർ പീഡന കേസിൽ ഉമ്മൻചാണ്ടിയെ CBI പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ഇപ്പോൾ കേസിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയും കത്തിലെ തിരിമറികളും കോടതിയിൽ ഓരോന്നോരോന്നായി തെളിയുന്നത് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് മടങ്ങാത്ത സോളാർ കേസിന്റെ അലയൊലികളും പുതിയ സാക്ഷിമൊഴികളും വരും ദിവസങ്ങളിൽ LDF-നും KB ഗണേഷ് കുമാറിനും വൻ രാഷ്ട്രീയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. അനാവശ്യമായി രാഷ്ട്രീയ നേതാക്കളെ കൊടുക്കാൻ വ്യാജ കത്തുകളും പേജുകളും ചമച്ചു എന്ന ആരോപണം കോടതിയിൽ തെളിയുകയാണ് എങ്കിൽ കേസിൽ വലിയ നിയമ നടപടികളായിരിക്കും ഗണേഷ് കുമാറിനും സോളാർ കേസ് പരാതിക്കായിരിക്കും നേരിടേണ്ടി വരിക.